കുലി. ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിക്കുന്ന ഒരു 100% ലോക്കി പടം. ഒപ്പം പാൻ ഇന്ത്യൻ ലെവലിൽ അമീർ ഖാൻ, നാഗാർജുന, ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ ഉൾപ്പെടെ കനപ്പെട്ട കാസ്റ്റിംഗ്, അനിരുദ്ധിന്റെ തീപ്പൊരി പാട്ടുകൾ, ഡീസന്റ് ആയ ഒരു ട്രെയിലർ. ഇത്രയൊന്നും ഇല്ലെങ്കിലും തലൈവർ പടമാകുമ്പോൾ അത് ഷോ തന്നെ കാണണമല്ലോ. അങ്ങനെ ഇപ്പറഞ്ഞ ഹൈപ്പ് കൊണ്ടും തലൈവർ പടം ആയതുകൊണ്ടും ആദ്യ ദിവസം ആദ്യ ഷോയ്ക്ക് തന്നെ കയറി. 30 വർഷമായി തന്റെ പാസ്റ്റ് ഒക്കെ മറന്ന് ഒരു ലോഡ്ജ് നടത്തി ജീവിക്കുന്ന നായകൻ ദേവ തന്റെ ആത്മസുഹൃത്തിന്റെ മരണമറിഞ്ഞ് അവനെ കൊന്നവരെ തപ്പിയിറങ്ങുന്നു. ആരാണ് അയാളെ കൊന്നത്? എന്തിനാണ് കൊന്നത്? ആ കൊലപാതകത്തിന് പിന്നിലുള്ളവരുടെ ബിസിനസ് എന്താണ്? ആ അന്വേഷണങ്ങൾ അയാളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്തിനും മടിക്കാത്ത വില്ലന്മാരാൽ നിറഞ്ഞ ഒരു ഇന്റർനാഷണൽ മാഫിയയിൽ. അവരോട് അയാൾ എങ്ങനെ റിവഞ്ച് എടുക്കുന്നു? നായകന്റെ മക്കളെ എങ്ങനെ അവരിൽ നിന്ന് രക്ഷിക്കുന്നു? അതിനും മാത്രം ആരാണ് ഈ ദേവ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പിന്നീട് അങ്ങോട്ട് സിനിമ തേടുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുറെ നല്ല മൊമെന്റ്സ് ഉള്ള, കുറെ ട്രോൾ മെറ്റീരിയൽസ് ഉള്ള, കുറച്ച് ഹൈ മൊമെന്റ്സ് ഉള്ള, കുറച്ച് ക്രിഞ്ചൊക്കെ ഉള്ള ഒരു മിഡ് പടം. പോസിറ്റീവ്സ് അതിനെ തന്നെ പറയാം. മേക്കിംഗ് ക്വാളിറ്റി പതിവ് ലോകേഷ് പടങ്ങൾ പോലെ തന്നെ വേറെ ലെവൽ, നല്ല പണി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ് ഇറങ്ങിയിട്ടുമുണ്ട്. അതിന്റെ ആ ഒരു റിച്ച്നെസ് സ്ക്രീനിൽ കാണാനുമുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക് നല്ല രീതിക്ക് പടത്തിനെ താങ്ങി നിർത്തുന്നുണ്ട്. മികച്ച വർക്ക്. ഗിരീഷ് ഗംഗാധരന്റെ സിനിമോട്ടോഗ്രാഫി കണ്ടങ്ങ് ഇരുന്നു പോകും. അമാതിരി വിഷ്വൽസ്. ഇടയ്ക്ക് 1-2 ക്ലോസ് ഷോട്ട്സിൽ ഫോക്കസ് ഔട്ട് വന്നത് ശ്രദ്ധിച്ചിരുന്നു, നാഗാർജുനയുടെ ഒക്കെ ഷോട്ടിൽ. എന്നാലും മൊത്തത്തിൽ മജയാണ്. ഇനി സിനിമയിലേക്ക് കടന്നാൽ ഞെട്ടിക്കുന്ന തുടക്കം, തുടർന്ന് ഹീറോ ഇൻട്രൊഡക്ഷൻ, കുറച്ച് തമാശകൾ, അവിടുന്ന് കഥയിലേക്ക്, പിന്നെ മെയിൻ പ്ലോട്ടിലേക്ക്, കുറച്ച് ആക്ഷൻ, പാട്ട്, തുടർന്ന് വരുന്ന ട്വിസ്റ്റുകൾ, പിന്നൊരു ഇന്റർവൽ ബ്ലോക്ക്. കറക്റ്റ് ടെംപ്ലേറ്റ് അല്ലേ? ഇന്റർവൽ പഞ്ചുകളെല്ലാം മെമ്മറബിൾ ആക്കാറുള്ള ലോകേഷിന്റെ ഏറ്റവും വീക്കസ്റ്റ് ഇന്റർവൽ ബ്ലോക്ക്. സ്റ്റിൽ മോശമല്ല, അത്യാവശ്യം പഞ്ചുള്ള, ഇനി അങ്ങോട്ട് എന്തെന്ന് തോന്നിപ്പിക്കുന്ന ഇന്റർവൽ ബ്ലോക്ക്. രണ്ടാം പകുതി തുടങ്ങിയത് മുതൽ കൺഫ്യൂഷൻസും തുടങ്ങി. ലോകേഷിന് ഈ പടം എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ള കൺഫ്യൂഷൻ. നാഗാർജുനയ്ക്ക് താനാണോ സൗബിനാണോ ശരിക്കുമുള്ള വില്ലൻ എന്നുള്ള കൺഫ്യൂഷൻ. രജനിക്ക് നൻപന്റെ മരണത്തിന് പകരം വീട്ടണോ അതോ അപ്പാ മകൾ പാസം കാണിക്കണോ എന്ന കൺഫ്യൂഷൻ. കാണുന്ന നമുക്ക് ഇവരൊക്കെ ആരുടെ എന്നുള്ള കൺഫ്യൂഷൻ. ഇനി അങ്ങോട്ട് ഇത്തിരി സ്പോയിലറുകൾ ഉണ്ടായിരിക്കാം. സ്പോയിലറുകൾ കുഴപ്പമില്ല എന്നുള്ളവർക്കും പടം കണ്ടവർക്കും തുടർന്ന് കാണാം. സംഭവം ഇരിക്ക്. ഒരുത്തൻ എന്തൊക്കെയോ രേഖകൾ അടങ്ങിയ ഫയൽ എടുത്തോണ്ട് പോകുന്നു. അവൻ ആദ്യം പോലീസാണെന്ന് പറയുന്നു, പക്ഷെ വില്ലന്റെ ഗ്യാങ്ങിലാണ്. അവനെ വേറെ ആരൊക്കെയോ പിടിച്ചു വെക്കുന്നു. അവരൊക്കെ ആരാണോ എന്തോ, അവന്മാരെയൊക്കെ നമ്മുടെ രജനി സാറ് കൊല്ലുന്നു. ഇതിനൊക്കെ ഇടയ്ക്ക് ഒറ്റ ഡയലോഗ് പോലും ഇല്ലാതെ ബാബുരാജ് വന്നിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നു. പുള്ളി ആരാണെന്ന് ഇപ്പോഴും ഒരു പിടിയില്ല. ഇവരൊക്കെ ആരുടെ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? പടം കണ്ടപ്പോ എനിക്ക് തോന്നിയ വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിവ് കെട്ട പോലീസുകാരെയാണോ സാധാരണ അണ്ടർ കവർ ഓപ്പറേഷൻസിനൊക്കെ അയക്കുക? അല്ല, അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഇതിലങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം, കേരള പോലീസിനെ വിശാഖപട്ടണത്ത് പ്രവർത്തിക്കുന്ന ഒരു മാഫിയ ഗ്യാങ്ങിലേക്കൊക്കെ എന്തിനായിരിക്കും അണ്ടർ കവർ ഏജന്റായിട്ട് അയക്കുന്നത്? അതും ഒരു ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു സാധാ കോൺസ്റ്റബിളിനെ. പിന്നെ മലയാളികളായ 2 പേര് തൃശ്ശൂർ ട്രെയിനിങ് ക്യാമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നു തമിഴിൽ. എന്നാൽ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ മലയാളം പറയുന്നുണ്ട്. പിന്നെ ചുറ്റിക കൊണ്ടൊരു 10 മിനിറ്റ് നേരമെങ്കിലും ചാറ പാറ തലക്കടിക്കുന്നുണ്ട്. എന്നിട്ട് ആള് ജസ്റ്റ് നെറ്റിയിൽ ഒരു സ്റ്റിച്ച് ഇട്ട് വീണ്ടും വില്ലത്തരം കാണിക്കാൻ എണീറ്റ് വരുന്നു. എന്തോന്നല്ലേ ഇത്? കൊമേഴ്സ്യൽ പടത്തില് ലോജിക്ക് നോക്കുക എന്ന സാഹസമൊന്നും അല്ല. എന്നാലും ഇങ്ങനെ ചില ബേസിക് കാര്യങ്ങളിൽ പോലുമുള്ള ഉഴപ്പ് ശരിക്കും മടുപ്പിച്ചു. ഇങ്ങനെ ആടി ഉലഞ്ഞ് എങ്ങോട്ടൊക്കെയോ സഞ്ചരിക്കുന്ന തിരക്കഥ, ഇടയ്ക്ക് വരുന്ന ഫേക്ക് ശരിക്കും ഫ്ലാഷ് ബാക്ക് സീനൊക്കെ കുറച്ചേ ഉണ്ടെങ്കിലും നല്ല ഇമ്പാക്ട് ഉണ്ടാക്കി. അതിഗംഭീര വർക്ക്. ഒടുവിൽ ക്ലൈമാക്സിൽ അമീർ ഖാന്റെ വക മനോജ് ഗിന്നസ് ലെവലിലെ കോമഡി സ്കിറ്റ് വിത്ത് ഫാൻസി ഡ്രസ് കൂടി കഴിയുമ്പോൾ സ്റ്റേജിൽ കർട്ടൻ വീഴും. ഇനി പെർഫോമൻസ് നോക്കിയാൽ രജനീകാന്ത് എന്ന മനുഷ്യന് 74 വയസ്സായി. പുള്ളിക്ക് ഫൈറ്റ് ചെയ്യുന്നതിലൊക്കെ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളൊക്കെ നല്ല രീതിക്ക് എക്സ്പോസ് ആയിട്ടുണ്ട് കൂലിയിൽ. ജയിലറിലൊക്കെ അതറിയാത്ത രീതിക്ക് കിഡുവായി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് പാളി. പിന്നെ കൈദിയിലെ പോലെ ഒരു സിംഗിൾ ഷോട്ട് ക്ലോസ് വെച്ചിട്ട് ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട് പുള്ളി.
മനസ്സിലാക്കുന്നത് പോയിട്ട് നേരാവണ്ണം കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അത് നാഗാർജുന. സ്ക്രീനിൽ പുള്ളിയെ കാണാനും പെർഫോമൻസും ഒക്കെ ഗംഭീരമായിരുന്നു, നൈസായിരുന്നു. പക്ഷേ പുള്ളിയെ പോലെ ഇത്രയും ലുക്കും സ്വാഗമുള്ളൊരു സ്റ്റാറിനെ കൊണ്ടുവന്ന് ഒരു പഴങ്കഞ്ഞി റോൾ കൊടുത്ത് വേസ്റ്റ് ആക്കിയെന്ന് വേണം പറയാൻ. ഉപേന്ദ്ര പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പുള്ളിയെ പ്രസന്റ് ചെയ്ത ആ ഒരു രീതിയായിരുന്നു. ഹെവി സ്ക്രീൻ പ്രസൻസും മാസ് അപ്പീലും, ഫൈറ്റൊക്കെ കിടും. സൗബിൻ ഒരുമാതിരി ഒരു വില്ലൻ ക്യാരക്ടർ പുള്ളി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യരാജും ശ്രുതിഹാസനും ഒക്കെ നല്ലതായിരുന്നു. കന്നഡ നടി രജിത റാമും നല്ല പെർഫോമൻസ് ആയിരുന്നു. ക്യാരക്ടർ എനിക്ക് അത്ര പിടിച്ചില്ലെങ്കിലും പെർഫോമൻസ് നൈസ് ആയിരുന്നു. സാധാരണ ലോകേഷ് പടങ്ങളിൽ ഫ്രഷ് ആയിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടി കാണും. ഇപ്പോൾ കൈദിയിലാണെങ്കിൽ ആ ലോറി ചേസ് കാര്യങ്ങൾ, മെഷീൻ ഗൺ പരിപാടി. വിക്രമിലാണെങ്കിൽ കമലിന്റെ ആ ഗോസ്റ്റിംഗ് പരിപാടി, പുള്ളി മറ്റേ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നതും അതിന് തുടർന്ന് വരുന്ന സീൻസൊക്കെ. ലിയോയിലാണെങ്കിൽ പാർത്ഥിവൻ ഇല്ല എന്നുള്ള ആ ഒരു പ്ലേ. അങ്ങനെ നമ്മളെ കഥയിലേക്ക് അങ്ങ് ഇന്നാക്കുന്ന ഫ്രഷായ എന്തെങ്കിലും പരിപാടികൾ പുള്ളിയുടെ സിനിമകളിൽ കാണും. പക്ഷേ ഇവിടെ മൊത്തത്തില് ഈ റെട്രോ സോങ് പ്ലേസ്മെന്റ്, സിംഗിൾ ഷോട്ട് ഫ്ലാഷ് ബാക്ക്, ക്ലൈമാക്സ് കാമിയോ എന്നിങ്ങനെ ലോകേഷിന്റെ മുന്നത്തെ പടങ്ങളിൽ വർക്കായ ചില പരിപാടികളെല്ലാം വീണ്ടും എടുത്തിട്ട് അലക്കി ഒരു തരത്തിലും കണക്റ്റ് ആവാതെ മനോഹരമായി തേയുന്ന കാഴ്ചയാണ് കൂലി. ലോകേഷിന്റെ ഇതുവരെയുള്ള ഫിലിമോഗ്രഫിയിൽ ഏറ്റവും അവസാനത്തെ സ്ഥാനമായിരിക്കും കൂലിക്ക്. ഒരു എൻഗേജിങ് ഫസ്റ്റ് ഹാഫും മിഡ് സെക്കൻഡ് ഹാഫും മോശം ക്ലൈമാക്സും ചേർന്ന് പടം ഒരു ആവറേജ് സുഖം സമ്മാനിക്കുന്നു. പൂർണ്ണ തൃപ്തി നഹി. പൂർണ്ണ തൃപ്തി പോയിട്ട് തൃപ്തി നഹി. കമൽ ഫാൻ ബോയ് വക പണ്ണൽ ഫോർ രജനികാന്ത്.